ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾക്കൊരു ഓഫ് ഡേ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഈവനിങ് വിശേഷങ്ങളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിശേഷങ്ങളൊക്കെ കണ്ടിട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിച്ചനെ ഇവിടെ ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല എക്സ്പേർട്ടാണല്ലോ കട്ട് ചെയ്യാനായിട്ട്. എവിടെ നിന്ന് പഠിച്ചു ഇതൊക്കെ ചെയ്യാൻ? നാട്ടിൽ ഇറച്ചിവെട്ടായിരുന്നു പണി എന്നാണ് പറയുന്നത്. ഐറ്റംസ് എല്ലാം കട്ട് ചെയ്തു. ഇവിടെ ഒരാൾ വെളിച്ചെണ്ണ ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്യാണ്. ഞാൻ നിലമൊക്കെ തുടച്ചു. ആദ്യം അപ്പോൾ ടേബിളും എല്ലാം തുടച്ച് വൃത്തിയാക്കി. ഇത് ഷെയറിങ് കിച്ചണാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് അപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാറാണ് പതിവ്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരും കുളിച്ച് റെഡിയായി പുറത്തേക്കൊന്ന് പോകാനായിട്ട് പോവാണ്. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ നമുക്കിതുപോലെ പുറത്തേക്ക് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം പോകാറുള്ളത് ഒന്നെങ്കിൽ WTC അല്ലെങ്കിൽ മദീന സയ്യിദ്, കോർണിഷ് ഇവിടേക്കാണ് പോകാറ്. അപ്പോൾ നമ്മളിപ്പോൾ WTCയിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. ഇതാ ഇപ്പോൾ ഈദ് വരികയാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ പെർഫ്യൂമിൻ്റെ സെഷനിൽ പോയി. ഒരുപാട് ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് സ്ഥിരമായിട്ട് 2-3 പെർഫ്യൂം എടുത്ത് അടിച്ച് നോക്കിയില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ പേരെന്താണെന്ന് ഓർക്കണില്ല. രണ്ടാമതെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും ഈ ലുലുവിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ കൺട്രോൾ പോവും. നല്ല സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം വാരിയെടുക്കണം തോന്നും. എനിക്ക് നല്ല സെൽഫ് കൺട്രോൾ ഉള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എത്രയൊക്കെ സാധനങ്ങൾ ഇരിക്കുന്ന കണ്ടാലും ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ടാവും. അത് മാത്രമേ മോസ്റ്റ്ലി എടുക്കാറുള്ളൂ. പിന്നെ വല്ലപ്പോഴും മാത്രമാണ് 1-2 സാധനങ്ങൾ കൂടുതൽ എടുക്കാറ്. അപ്പോൾ നമ്മളൊരു ഫാമിലി ലൈഫ് കൊണ്ടുപോകുമ്പോഴത്തേനും 2 പേരിൽ ഒരാൾക്കെങ്കിലും ഈ ഒരു സെൽഫ് കൺട്രോൾ വളരെ അത്യാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പ്ലീസ് കമൻറ്റ് ബിലോ. പിന്നെ അതാ നമ്മൾ സ്പോർട്സിൻ്റെ സെഷനിൽ വന്നിട്ട് കുറേ ബോളും ബാറ്റും സൈക്കിളും ഒക്കെ ഇങ്ങനെ സ്വാദിച്ച് നോക്കുമായിരുന്നു. പിന്നെ അതാ ടെഡി ബേഴ്സിൻ്റെ സെഷനിൽ ചെന്നിട്ട് ഞാനിങ്ങനെ 1-2 ഒക്കെ എടുത്ത് നോക്കി. എനിക്ക് ടെഡി ബേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റായിരുന്നു. എനിക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്ന് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ടെഡി ബെയറൊക്കെ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ വന്നിട്ട് അപ്പത്തിൻ്റെ മാവെടുത്തു. നമ്മൾ ഓൾറെഡി ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ അപ്പവും ചിക്കൻ കറിയാണ് കഴിക്കാനായിട്ട് പോകുന്നത്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ സെഷനിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആപ്പിൾ എടുത്തു. ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാദിച്ചുവിനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ഈ ബ്രെഡ്, ബണ്ണ് അതിലൊക്കെ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ. അതിങ്ങനെ നോക്കുകയാണേ. ഒരെണ്ണം പോരെ? എനിക്ക് ഇഷ്ടമുള്ള എടുത്തോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ബില്ലിംഗ് സെഷനിൽ ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ലുലുവിൻ്റെ സൈഡിൽ തന്നെയാണ് ഫുഡ് കോർട്ട് ഉള്ളത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ വാങ്ങിയ എന്തോ ഒരു കോക്കനട്ട് റോളോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. അത് നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നടക്കുകയാണ് ഗൈസ്. സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ നേരം ലുലുവിനകത്തൊക്കെ കറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ രണ്ടുപേരും നല്ല ടയേർഡായി. അപ്പോൾ നമ്മുടെ പ്ലാനിലില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ സീസൈഡ് റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ പണ്ട് പൊതി ബിരിയാണി കഴിച്ചിട്ടുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ അത് കഴിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ബീഫ് പൊതി ബിരിയാണി വാങ്ങിച്ചു. അപ്പോൾ വാഴയിലൊക്കെയാണ് കേട്ടോ അവർ കൊണ്ടുത്തരുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണല്ലേ ഈ വാഴയിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ. മാത്രമല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചമ്മന്തിയും പപ്പടം, മുട്ട, യോഗട്ട് എല്ലാം ഉണ്ട്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് റൂമിലെത്തി. എന്നിട്ട് നമ്മൾ ലുലുവിന്ന് വാങ്ങിയ ആപ്പിൾ നമ്മളൊന്ന് കഴിച്ച് നോക്കാനായിട്ട് പോവാണ്. ഭയങ്കര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഓക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആപ്പിളിന്. അപ്പോൾ നമ്മളങ്ങനെ ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ രണ്ടുപേരും ബാക്കാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചല്ല ചെയ്യാറ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരേ രീതിക്കാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചെയ്യായിരുന്നു. അപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത് പാല് വാങ്ങിച്ചില്ല എന്നുള്ളത്.
അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ബിഗ് മാർട്ട്, അത് 24 ഹവേഴ്സാണ്. അവിടെ പോയിട്ട് നമ്മൾ പാലെടുത്തു. അപ്പോൾ പാലെടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം 2 മാംഗോ, രാജ്പുരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയിൽ നിന്ന് 2 മാംഗോ എടുത്തു. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് അൽഫോൺസോ മാംഗോ ഒരു ബോക്സ് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീസണബിളായിട്ട് പ്രൈസാണുള്ളത്. അപ്പോൾ നമ്മളൊരു ബോക്സ് അൽഫോൺസോ മാംഗോ എടുത്തു, പിന്നെ ഒരു പാലെടുത്തു, പിന്നെ ഇതാ സ്വാദിച്ചുവിന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ ഒരു ബോട്ടിലും എടുത്തു. എന്നിട്ട് നമ്മൾ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തു. എന്നിട്ട് ഇതാ നമ്മൾ മാംഗോ ബാഹുബലി സ്റ്റൈലിൽ ചുമന്നുകൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇതാ അപ്പം ഉണ്ടാക്കുവാണ്. ഞാനിവിടെ ദോശക്കല്ലിൽ തന്നെയാണ് അപ്പം ഉണ്ടാക്കുന്നത്. ആക്ച്വലി ദോശക്കല്ലല്ല, ഇതൊരു സോസ് പാൻ പോലത്തെയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് അറ്റത്ത് കൂടെ മാത്രം പരത്തും. എന്നിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെക്കും. അപ്പോൾ ഏകദേശം നമുക്കൊരു അപ്പം പോലെ കിട്ടും. ഭയങ്കരമായിട്ട് നടുക്ക് പൊങ്ങിയിട്ടുണ്ടാവില്ല, എങ്കിലും നമുക്ക് ഒരു അപ്പത്തിൻ്റെ ഒരു ടെക്സ്ചറും ഒരു ഫീലും കിട്ടും. അങ്ങനെ നമ്മൾ അപ്പവും ചിക്കൻ കറിയും കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.